ശബരിമലയിലെ തിരക്ക് ആദ്യത്തെ ഒരു വിഷയമല്ല. ഇത് കോടതിയുടെ പരിഗണനയിൽ വരുന്നതോ കോടതി അതിന്റെ നിർദ്ദേശങ്ങൾ നൽകുന്നതോ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നതോ വിമർശനങ്ങൾ ഉണ്ടാകുന്നതോ ഒന്നും ആദ്യമല്ല. കോടതി തന്നെ പറയുന്നത് എല്ലാം സമ്മതിച്ചിട്ട് പോയിട്ട് ഒരു ഏകോപനവും ഉണ്ടാകുന്നില്ലല്ലോ എന്നുള്ളതാണ്. അത് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് ഒരു നിസ്സഹായാവസ്ഥയാണ്. തീർച്ചയായും കോടതി ആദ്യം തന്നെ പ്രകടിപ്പിച്ചതും ആ നിസ്സഹായ അവസ്ഥയാണ്. ഇവിടെ കാര്യങ്ങളെല്ലാം കൃത്യമാണ് എന്ന് പറഞ്ഞു പോകുന്നു. പക്ഷേ ഇപ്പോൾ കോടതിക്ക് ബോധ്യപ്പെടുന്നത് അവിടെ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നതാണ്. അതായത് ഇന്നലത്തെ തിക്കിലും തിരക്കിലുമാണ് കോടതിക്ക് ആ പ്രതികരണം നടത്തേണ്ടി വന്നിരിക്കുന്നത്. ഇവിടെ കൃത്യമായും കോടതി പറഞ്ഞു വെക്കുന്നത് ആളുകളെ കയറ്റി വിടുക എന്നതല്ല പ്രധാനം. ആ കയറിപ്പോകുന്നവർക്ക് കൃത്യമായി ദർശനം ഒരുക്കുക, അത് അവരുടെ സുരക്ഷിതത്വം ഒരുക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത്. ഇവിടെ ദേവസ്വം ബോർഡ് പറയുന്നത് ഒരു ദിവസം അവിടെ 90,000 അയ്യപ്പന്മാർക്ക് സംവിധാനം ഒരുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് കോടതി പറയുന്നത്. കാരണം 90,000 പേര് ഒരുമിച്ച് സന്നിധാനത്തേക്ക് എന്നുള്ള അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കൂ എന്നാണ് പറയുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇത് 3, 4, 5 സെക്ടറായി തിരിച്ചിട്ട് ഓരോ സെക്ടറിലും എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയും, അവിടുത്തെ ഭൂമിശാസ്ത്രം മനസ്സിലാക്കി ക്രൗഡ് മാനേജ്മെന്റ് വിദഗ്ധരുടെ സഹായത്തോടുകൂടി ഓരോ സെക്ടറിലും എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയും എന്നത് മനസ്സിലാക്കി മാത്രം ആളുകളെ കയറ്റിവിടുക എന്നതാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിക്കുന്നത്. അതായത് ശബരിമലയിൽ പരമാവധി ആളുകളെ ദർശനം ഉറപ്പാക്കുക എന്നതല്ല കോടതി പറയുന്നത്. ആളുകൾ കയറിപ്പോകുന്ന ആളുകൾക്ക് മതിയായ സൗകര്യം അവിടെ ഉണ്ടാകണം. അതായത് ആരെയും അപകടത്തിൽ വിട്ടുകൊടുക്കാനോ മരണത്തിന് വിട്ടുകൊടുക്കാനോ പാടില്ല. ഇവിടെ ഇന്നലെ ഈ ശബരിമലയുടെ സ്പെഷ്യൽ പോലീസ് കോർഡിനേറ്റർ ആയിട്ടുള്ള ADGP S. ശ്രീജിത്ത് അടക്കം പറഞ്ഞത് ശബരിമലയിൽ വരുന്നവരെ എല്ലാവരെയും ഞങ്ങൾ ദർശനം നടത്തി മടക്കി വിടുമെന്നതാണ്. പക്ഷേ കോടതി ഇന്നെടുക്കുന്നത് ആ ഒരു നിലപാടല്ല. കോടതി പറയുന്നത് അവിടെ ആളുകളുടെ ഒഴിവനുസരിച്ച്, അതായത് ഓരോ സെക്ടറിലും സന്നിധാനത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകളെ മാത്രമേ സന്നിധാനത്തേക്ക് കയറ്റിവിടാൻ പാടുള്ളൂ. അവിടെ ദർശനം കഴിഞ്ഞ ആളുകൾ മടങ്ങുന്നതിനനുസരിച്ച് കൂടുതൽ ആളുകളെ കയറ്റിവിടുക എന്നതാണ് കോടതി ഇപ്പോൾ എടുക്കുന്ന ഒരു നയം. അത് തന്നെയാണ് ശാസ്ത്രീയമായി ശരി. കാരണം വരുന്ന ആളുകൾക്ക് മുഴുവൻ ദർശന സൗകര്യം ഒരുക്കുക എന്ന് പറയുമ്പോൾ ആ സന്നിധാനത്ത് അത്രയും ആളുകളെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകും. അത് തന്നെയാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾ കൃത്യമായും ശാസ്ത്രീയമായും ഇത് കൈകാര്യം ചെയ്യണം. ഇപ്പോൾ കൃത്യമായ ഒരു പ്ലാനും ഇല്ലാതെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സന്നിധാനത്ത് എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അതിന് കണക്കില്ല. പമ്പയിൽ എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അതിന് കണക്കില്ല. ഈ കാനനപാതയിൽ എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അതിന് കണക്കില്ല. നിലയ്ക്കലിൽ എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അതിന് കണക്കില്ല. ആ രീതിയിലാണ് ഇപ്പോ ഈ വെർച്വൽ ക്യൂ ബുക്കിങ്ങിലൂടെ 90,000 പേരെത്തുന്നുണ്ട്. 1.25 ലക്ഷത്തോളം ആളുകൾ ഒരു ദിവസം ദർശനം നടത്തിയ ദിവസങ്ങളുണ്ട്. സ്വാഭാവികമായും സർക്കാർ ഇപ്പോൾ അതിന്റെ ഒരു കണക്ക് നിജപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ അത് പരിമിതപ്പെടുത്തുകയാണ്. ഈ നിലയ്ക്ക് മതി എന്ന് ദേവസ്വം ബോർഡ് തീരുമാനിക്കുകയാണെങ്കിൽ അതിന് വിമർശനമുണ്ടാകും. ഞങ്ങളായിരുന്ന കാലത്ത് ഇതിനേക്കാൾ ഭേദപ്പെട്ട രീതിയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന വിമർശനമുണ്ടാകും. ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണല്ലോ. സ്വാഭാവികമായും ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നതും വിമർശനങ്ങൾക്കപ്പുറം കോടതിക്കാണ്. അത് തന്നെയാണ് മാധു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിനും ദേവസ്വം ബോർഡിനും അവിടെ കർശനമായ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള പരിമിതിയുള്ളത് രാഷ്ട്രീയമായി ഉണ്ടാകുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. അവിടെ വിർച്വൽ ക്യൂ ബുക്ക് ചെയ്തിട്ട് ദിവസങ്ങൾ മാറി വരുന്നവരുണ്ട്. അതായത് ഇന്ന് അവിടെ എത്തുന്നവർ ഇന്നത്തെ ടിക്കറ്റ് ആയിരിക്കില്ല എടുത്തിട്ടുണ്ടാകുക. ഡിസംബർ 10 വരെയുള്ള ബുക്കിങ്ങുകൾ ഇപ്പോൾ പൂർണ്ണമായിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള ഒരു ദിവസം ആ ബുക്കിംഗ് എടുക്കുന്നു. ആ ബുക്കിംഗ് സ്ലിപ്പുമായി നേരെ വരികയാണ്. അതായത് ഇന്ന് ദർശനം നടത്താനുള്ള ടിക്കറ്റ് ഉള്ള ആളായിരിക്കില്ല ഇന്ന് വരുന്നത്. അങ്ങനെ ഇന്നലെ തന്നെ ഈ സ്ലോട്ട് മാറി വന്നവർ ഏതാണ്ട് 33,000-ഓളം പേരാണ്. അങ്ങനെ സ്ലോട്ടുകൾ മാറി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. കാരണം ഇവരെ ഒന്നും കൃത്യമായി ഇവരെത്ര പേർ വരുന്നു, എങ്ങനെ വരുന്നു, ഇതൊന്നും കണക്കാക്കാൻ കഴിയുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഹൈക്കോടതിക്ക് പക്ഷേ ഇക്കാര്യത്തിൽ കൃത്യമായ വ്യവസ്ഥ കൊണ്ടുവരാനാണ് കോടതി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോടതി പറഞ്ഞു വെക്കുന്നത്, നിങ്ങൾ കൃത്യമായും ശാസ്ത്രീയമായും ഇതിനെ കൈകാര്യം ചെയ്യണം. അതല്ലാതെ കണക്കില്ലാതെ ആളുകളെ കയറ്റിവിടരുത്. സന്നിധാനത്തേക്ക് അയ്യപ്പന്മാരെ കയറ്റിവിട്ട് കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന വലിയ പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധി നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിനും അപ്പുറത്തായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് പോകരുത് എന്ന് കൃത്യമായും കോടതി ഇന്ന് പറഞ്ഞു വെക്കുക.
ചെയ്തിരിക്കുന്നത്. ബില്ലിലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനം ഉണ്ടായിരിക്കുകയാണ്. പരമാവധി ആളുകളെ മലകയറ്റി വിട്ടിട്ട് എന്താണ് കാര്യം എന്നുള്ളതാണ് കോടതി ചോദിക്കുന്നത്. എല്ലാം പറഞ്ഞു സമ്മതിച്ചിട്ട് പോയിട്ട് യാതൊരു ഏകോപനവും ഉണ്ടായില്ലല്ലോ എന്ന് ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. കടുത്ത തിരക്ക് ഉണ്ടാവുകയും ആളുകൾക്ക് ദർശനം നടത്താതെ തിരികെ പോകേണ്ടി വരുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായതിനെ തുടർന്ന് മണിക്കൂറുകളോളം കുഞ്ഞുങ്ങളടക്കം ക്യൂ നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായതിനെ തുടർന്നാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ചില പരാമർശങ്ങൾ കൂടി ഉണ്ടാകുന്നത്.